ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് മക്കൾ സ്കൂളിലിട്ട് വരുന്ന ആ സമയത്താട്ടോ ഞാൻ വീഡിയോസ് ആരംഭിച്ചത്. പാത്തുക്കുട്ടി സ്കൂൾ വണ്ടി ഇറങ്ങിയപ്പോൾ വഴിയിലൊരു ക്യൂട്ട് പൂച്ചാട്ട, എന്ത് രസമെന്നാണ് കാണാനിട്ട്. പേരെന്താണെന്ന് അറിയില്ല കേട്ടോ, പക്ഷേ ഞങ്ങളുടെ പാത്തുക്കുട്ടി വിളിച്ചപ്പോൾ തന്നെ പിന്നാലെ അങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് അറിയില്ല കേട്ടോ വീട് മാറിപ്പോകുന്നതാണ്. പക്ഷേ വീട്ടിലേക്ക് വന്ന് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായിട്ടോ വീട് തെറ്റിപ്പോയിന്ന്. അപ്പോൾ കക്ഷി സ്ഥലം മാറിയത് മനസ്സിലായപ്പോൾ തന്നെ ഒട്ടും പാത്തൂസിൻ്റെ കയ്യിൽ അങ്ങനെ ഇരിക്കുന്നില്ല കേട്ടോ പൂച്ച. അങ്ങനെ കുറച്ച് നേരം പൂച്ച ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ കൊതറ് ഇങ്ങോട്ട് വീണ് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ അറിയുന്നില്ല കേട്ടോ ഏത് വഴിക്കാണ് ഇവരെന്നെ കൊണ്ടുപോകുന്നത് കേട്ടോ. അങ്ങനെ ചുറ്റിനും നോക്കി. പിന്നെ പാത്തൂസ് മോനും കൂടി പത്തൂസ് സ്കൂളിൽ പോകുന്ന വഴിയിലേക്ക് പോയി ആ വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുകൊടുത്തു കേട്ടോ. അങ്ങനെ കൊണ്ടുകൊടുത്ത് വന്ന ശേഷം കൊഴുവ ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതിനിടയിൽ. അപ്പോൾ അതിലേക്ക് പച്ചമുളക് ഉണ്ടായിരുന്നില്ല, അത് പൊട്ടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ മീൻ നന്നാക്കുന്നിടയിൽ നല്ല പെരും മഴയായിരുന്നു കേട്ടോ. മഴയൊക്കെ തോർന്ന ശേഷമാണ് പൂച്ചക്കുട്ടിയെ അവൾ കൊണ്ടുകൊടുത്തത് കേട്ടോ. അപ്പോൾ അതിനിടയിൽ മോളിത മദ്രസിലേക്ക് ഓടിപ്പാഞ്ഞ് പോയിട്ടുണ്ട്. ഇന്ന് വളരെയധികം ലൈറ്റായിട്ടോ. അപ്പോൾ പച്ചമുളകൊക്കെ പൊട്ടിച്ചു, നമ്മുടെ മീനൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒന്ന് ഒരുക്കി വെച്ച് അകൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം വേണം പാത്തുക്കുട്ടിയെ വിളിക്കാൻ പോകാൻ കേട്ടോ. അപ്പോഴേക്കും സമയമായി തുടങ്ങും. ഇതിപ്പോൾ പിറ്റേ ദിവസം മോൻക്ക് ലഞ്ചിനുള്ളത് നമുക്ക് സെറ്റാക്കാം എളുപ്പത്തിൽ. അപ്പോൾ നമുക്ക് തലേ ദിവസം മീൻ കറിയോ ഒക്കെ അങ്ങോട്ട് സെറ്റാക്കി വെച്ച് മീനൊക്കെ മുളക് പറ്റി മസാലയൊക്കെ പുരട്ടി വെച്ചാൽ പിറ്റേ ദിവസം വളരെ എളുപ്പമായിരിക്കുമല്ലോ. പിള്ളേർ സ്കൂൾ വിടാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇന്ന് കൊഴുവ കിട്ടിയപ്പോൾ വേഗം തന്നെ കറി വയ്ക്കാൻ തുടങ്ങിയിട്ട്, ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കട്ടോ, പിറ്റേ ദിവസം വയ്ക്കാം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ പിള്ളേർക്ക് ലഞ്ചിന് കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ച് എല്ലാതും അങ്ങോട്ട് ഒരുക്കി വെച്ചു. അതിനിടയിൽ പാത്തൂസിന് വിളിക്കാനായിട്ട് നേരമായിട്ടോ. ഇങ്ങനെ മീൻകറിയുടെ കാര്യം ഒരു വഴിക്കാക്കിയിട്ടോ. അപ്പോൾ പാത്തുസിനെ മദ്രസയിൽ നിന്ന് വിളിക്കാനായിട്ട് ഏകദേശം സമയമായി. ഏകദേശം അല്ല, സമയം ഒട്ടും നല്ലപോലെ അങ്ങോട്ട് വൈകിട്ടുണ്ട്. കണ്ടില്ലേ, കാട് നിറഞ്ഞ ഒരു വഴിയിലൂടെയാണ് കേട്ടോ ഞാനിങ്ങനെ നടന്നു പോകുന്നത്. പൊന്നേ, എനിക്ക് ഭയങ്കര പേടിയാട്ടാ. പുറത്തൊന്നും ഇറങ്ങാൻ വയ്യ. വാതിലൊക്കെ അടച്ച് കൂട്ടിയിട്ടാട്ടോ എപ്പോഴും ഇരിക്കാറ്. പാമ്പിൻ്റെ ശല്യം, പട്ടികളുടെ ശല്യം പറയാൻ വയ്യ. അപ്പോൾ നടന്ന് വരുമ്പോൾ പക്ഷേ ഈ കഥ ഇവിടെ തീർന്നിട്ടില്ല. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ വഴിയിൽ നിൽക്കുന്ന 3 പട്ടികൾ കേട്ടോ. ഞാൻ വിളിക്കാനായിട്ട് പോകുന്ന വഴിയിൽ പട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ കൊട കാട്ടി അങ്ങനെ ആ പട്ടി പോയി. പിന്നെ വീട്ടിലേക്ക് അങ്ങോട്ട് തിരിച്ച് നടന്നപ്പോൾ 3 പട്ടികൾ നടുവിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അങ്ങോട്ടും പോകാനും പറ്റുന്നില്ല, ഇങ്ങോട്ടും പോകാനും പറ്റുന്നില്ല കേട്ടോ. കൊടയൊക്കെ അങ്ങോട്ട് കാട്ടിക്കൊണ്ട് അവരെ അകറ്റി ഓടിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടാ. അവറ്റങ്ങളങ്ങനെ ഓടി അങ്ങോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. അങ്ങനെ മീൻ കറിയൊക്കെ ഞാൻ സെറ്റാക്കി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ ഇട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ടിട്ടില്ല. കാണാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കണ്ടേക്കണേ. ഇനി നമുക്ക് പിറ്റേ ദിവസത്തെ ഇപ്പോൾ ചൊവ്വാഴ്ചത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ തിങ്കളാഴ്ചത്തെ വിശേഷങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ കണ്ടത്. അപ്പോൾ ഇനി ചൊവ്വാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ 1:30 തിരക്കാണ് രാവിലെ തന്നെ കേട്ടോ. രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നല്ല ചൂടുള്ള നൂലപ്പവും തേങ്ങാപ്പാലും സെറ്റാക്കി എടുക്കണം. ഇതിനുള്ള പൊടി എടുത്ത് വെച്ച് വെട്ടി തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ കുഴച്ചെടുത്തു. ഇനി നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പൂ പോലത്തെ നൂലപ്പാട്ടം ഒന്ന് സെറ്റാക്കി എടുക്കാം എന്ന് വിചാരിക്കുന്നത്. സെറ്റാവും എന്നറിയില്ല. തന്നെ രീതിയിൽ പീച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ ക്യാൻഡിൽ വെള്ളം തിളപ്പിച്ചങ്ങായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്നാവുമല്ലോ. അപ്പോൾ അങ്ങനെ അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് തട്ട് അതിലേക്ക് അങ്ങോട്ട് ഇറക്കി വയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ നൂലപ്പം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ആവിയിൽ കിടന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കൊഴുവ ഇന്നലെ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, തിങ്കളാഴ്ചത്തെ വിശേഷങ്ങൾ. അപ്പോൾ അതങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനിടയിൽ നമ്മുടെ നൂലപ്പം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ, പൂ പോലത്തെ നൂലപ്പം കാണാം. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൂവിൻ്റെ ആകൃതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ട അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ മേശപ്പുറത്തോട് നിൽക്കാനാണ് പോകുന്നത്. പിള്ളേഴ്സൊക്കെ കുളിച്ച് റെഡിയായിട്ട് ഇരിപ്പുണ്ട്. വേഗം തന്നെ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ പാത്തൂസിനുള്ളത് ഞാൻ വേഗം തന്നെ സെറ്റാക്കാനാണ് പോകുന്നത്. അപ്പോൾ പാത്തൂസ് പറഞ്ഞ് കുറച്ച് കേട്ടേ. അങ്ങനെ ഞാൻ മീനൊക്കെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് പേനടുപ്പത്തേക്ക് വെച്ചു. സൺഫ്ലവർ ഓയിലാട്ടോ ഞാൻ യൂസ് ചെയ്യാറ്. അതൊക്കെ ഒഴിച്ച് നല്ല പോലെ വെട്ടി തളിച്ചപ്പോൾ അത് മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും റിലേറ്റീവ്സിനെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പിള്ളേഴ്സിന് കൊഴുവ ഫ്രൈ വളരെയധികം ഇഷ്ടമാണ്. തലേ ദിവസം ഞാൻ മുളക് മസാല ഒക്കെ പുരട്ടുമ്പോൾ പറഞ്ഞു, ഉമ്മ ഇന്ന് ഫ്രൈ ചെയ്യണ്ട, ഇന്ന് അതിൽ ഫ്രൈയില്ലേ നമുക്ക് പിറ്റേ ദിവസം ലഞ്ച് ബോക്സിൽ സെറ്റാക്കാനും ഉച്ചയ്ക്ക് ലഞ്ചിന് ഉമ്മ
ഫ്രൈ ചെയ്തോളേ എന്ന് പറഞ്ഞു കേട്ടോ. ആയിക്കോട്ടെ ഞാനെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ചാനൽ വിജയം. നിങ്ങൾ ഫുള്ളായി ഒന്ന് വാച്ച് ചെയ്താൽ മാത്രമാണ് ചാനൽ വിജയകരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ വാച്ചറൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കും പറ്റുമെന്നൊരു പ്രതീക്ഷയോടെ കേട്ടോ ഞാൻ മുന്നോട്ട് ഓരോ വീഡിയോസ് ഇടുമ്പോഴും ഇങ്ങനെ പോകുന്നത്. വോയിസ് കൊടുക്കുമ്പോൾ ഞാനത് പറയുന്നത് അതുകൊണ്ടാണ്. ചാനൽ ഡള്ളായിട്ടാണ് പോകുന്നത്. എല്ലാവരും സപ്പോർട്ട് വേണം. പൂർണ്ണമായി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ചാനൽ മുന്നോട്ട് പോവുള്ളൂ. അങ്ങനത്തെ മീനൊക്കെ ഫ്രൈ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അതീവ രുചികരമായ മീൻ ഫ്രൈ ആട്ടോ. ഞാൻ ഇന്നത്തെ വ്ളോഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മൂന്ന് ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ കൊഴുവ ഫ്രൈയും മീൻ കറിയുമൊക്കെ സ്പെഷ്യൽ ചോറിൻ്റെ അടിയിൽ കൊഴുവ ഫ്രൈ ഒളിപ്പിച്ച് വെക്കുന്ന ഒരു മേജിക്കാണ് കേട്ടോ ഇവിടെ നിങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ കേട്ടോ, കുറച്ച് ചോറിന് ഇട്ടുങ്ങായിട്ട് ഞാൻ മീൻ ഫ്രൈ ഇട്ട് കൊടുത്തു. അതിന് ശേഷം കുറച്ചും കൂടി ചോറ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത്, എന്നിട്ട് മുകളിൽ തട്ട് ഒന്ന് വെച്ച് കൊടുത്ത് കുറച്ചും കൂടി ഫ്രൈ അതിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. ഇങ്ങനൊരു സൂത്രം ചെയ്തിട്ടില്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സ് ഫ്രൈ ഒക്കെ തട്ടിപ്പറിച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ അവന് കഴിക്കാനായിട്ട് ഒന്നും കിട്ടില്ല കേട്ടോ. എന്നാലും അവർ ഷെയർ ചെയ്ത് കഴിക്കും കേട്ടോ. ചില സമയത്ത് ഇവിടുന്ന് കൊണ്ടുവന്നത് അവന് പിടിക്കില്ല കേട്ടോ. അപ്പോൾ അവരൊക്കെ ആട്ടോ സഹായിക്കാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് ഫ്രൈ കിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് ഈ ഒരു സൂത്രം, ഈ മാജിക് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പിള്ളേഴ്സിനും കിട്ടും, ഷെയർ ചെയ്യുകയും ചെയ്യാം, അവനും കഴിക്കാം. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് സെറ്റാക്കി കറിയെല്ലാം നമ്മുടെ പാത്രത്തിലേക്ക് ആക്കി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അവന് മീൻ കഷ്ണം ഇഷ്ടമല്ല കേട്ടോ. മീൻ ഫ്രൈ ആണ് അവന് കൂടുതലും ഇഷ്ടം. അപ്പോൾ മീനിൻ്റെ ചാറ് മതി, അവന് അതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഫ്രൈ ആണ് കൂടുതലും കഴിക്കാറ് കേട്ടോ. മീൻ ഫ്രൈ ചെയ്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിന് മീൻ കറി വെച്ച് കൊടുക്കുമ്പോൾ കഷ്ണങ്ങളൊക്കെ മാറ്റി വയ്ക്കും. മീൻ ഫ്രൈ ഉണ്ടോയെന്നാണ് കേട്ടോ എപ്പോഴും ചോദിക്കാറ്. അപ്പോൾ മീൻ കറി ചാറ് മാത്രമേ ആക്കി വെച്ചിട്ടുള്ളൂ. മീൻ ഫ്രൈ ആട്ടോ കൂടുതലും ആക്കി കൊടുത്തത്. അപ്പോൾ അവർ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാവിലത്തെ. അപ്പോൾ അവർ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 പേരും എഴുതുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എഴുതി സെറ്റാക്കി ബാഗിൽ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ അടക്കി പിറക്കി വെക്കായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ അതാ തേങ്ങാപ്പാലും പിഴിഞ്ഞ് സെറ്റാക്കി ഞാൻ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ച് പാകത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ആക്കാൻ കേട്ടോ. അപ്പോൾ പാത്തുസിനുള്ളതാട്ടോ ഞാൻ എടുക്കാനായിട്ട് പോകുന്നത്. മോൻ ഫുഡ് കഴിച്ച് വേഗം തന്നെ ഇറങ്ങി കേട്ടോ. നേരം വൈകിയേ. അപ്പോൾ പിള്ളേഴ്സിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മോൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ വേഗം തന്നെ അവൻ പോയിട്ടോ. അപ്പോൾ ഇതാ മോളെ ഏകദേശം ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുടിയൊക്കെ പിൻ ചെയ്ത് അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ ബാഗിലാക്കി ഇതാ പാത്തൂസ് ഇറങ്ങി. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ കുഞ്ഞൊരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായും നിങ്ങളെ ഫുള്ളായി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് എന്താ ഉണ്ടാക്കിയെന്നറിയാം, ഗോതമ്പ് ദോശയാട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം കേട്ടോ. ബൈ.